ബൈക്കിൽ ലിഫ്റ്റ് കൊടുത്തതിന് പിന്നാലെയാണ് തോട്ടിൽ തള്ളിയിട്ട് തല ചവിട്ടി താഴ്ത്തി പേരാമ്പ്ര സ്വദേശിനി കൊല്ലപ്പെടുന്നത്. നൊച്ചാട് സ്വദേശിനിയായ അനുവിനെ കൊലപ്പെടുത്തിയ കേസിൽ മലപ്പുറം സ്വദേശിയാണ് പേരാമ്പ്ര പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. കുറുങ്കുടിമിത്തിൽ അനു എന്ന അംബികയെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് പോലീസ് അതിവേഗത്തിൽ പ്രതിയെ കണ്ടെത്തിയത്. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിയായ മുജീബ് റഹ്മാനാണ് പിടിയിലായത്. ആഭരണം മോഷ്ടിക്കുന്നതിനിടയിലാണ് കൊലപാതകമെന്നാണ് പോലീസ് പറയുന്നത്. സംഭവ സ്ഥലത്ത് അസ്വാഭാവികമായ സാഹചര്യത്തിൽ ബൈക്കിൽ സഞ്ചരിച്ചയാളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. തുടർന്നാണ് പ്രതി പിടിയിലാകുന്നത്. കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ ഇയാളുടെ വീട്ടിൽ വെച്ച് അതിസാഹസികമായാണ് ഇയാളെ പിടികൂടിയത്. രക്ഷപ്പെടാൻ പറ്റുന്ന മുജീബേ, ഞങ്ങൾ ചുറ്റുമുണ്ട്, നീ ഓട് വിളിച്ചിട്ട് കാര്യമില്ല. മുജീബേ, 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 വന്നോ 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 മുജീബേ, ഇറങ്ങിക്കോ. വെറുതെ ഇതിന് ചുറ്റും ഞങ്ങളുണ്ട്, പിന്നെ നീ എന്താക്കുന്നതിന് വന്ന്? ഓട് വിളിച്ച് ഇറങ്ങാൻ നോക്കുന്നു. ഓ ആ പുറത്ത് പോയിക്ക് ഒരു പാര എടുക്ക്. വാതിലേശം പൊളിഞ്ഞു. പുറത്ത് നോക്കേ. വാളൂർ സ്വദേശിയായ അനുവിനെ തിങ്കളാഴ്ചയാണ് കാണാതാവുന്നത്. രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയ അനുവിൻ്റെ വിവരങ്ങളൊന്നും പിന്നീട് ലഭിക്കാതാവുകയായിരുന്നു. ചൊവ്വാഴ്ചയാണ് വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം ദൂരമുള്ള നൊച്ചാട് തോട്ടിൽ അനുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിൽ നിന്ന് സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടുവെന്ന് വീട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. മുട്ടൊപ്പം വെള്ളം മാത്രമുള്ള തോട്ടിൽ മുങ്ങി മരിക്കില്ലെന്നത് ഉറപ്പായതോടെയാണ് കൊലപാതകമാണെന്ന സംശയം ശക്തമായത്. തുടർന്നാണ് മോഷണ ശ്രമത്തിനിടെ നടന്ന കൊലപാതകമാകാമെന്ന സംശയത്തിൽ പോലീസ് അന്വേഷണം നടത്തിയത്. മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തിന് സമീപം ഒരു ചുവന്ന ബൈക്കിൽ എത്തിയ ആളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി വരികയായിരുന്നു. ഇതിനിടെയാണ് CCTV ക്യാമറയിൽ ഇയാളെ കണ്ടെത്തിയത്. സംഭവത്തിൽ നാട്ടുകാർക്ക് ഞെട്ടൽ മാറിയിട്ടില്ല. ഇവിടുന്ന് ഏകദേശം ഒരു 600-700 മീറ്റർ അകലെയുള്ള ചെറിയോളാണ് അംബിക. സാനു എന്ന് വിളിക്കും. അപ്പോൾ അവൾക്ക് പെട്ടെന്ന് മുളിയങ്ങളിൽ എത്തേണ്ട ആവശ്യമുണ്ട്. ഭർത്താവിന് സുഖമില്ലായിട്ട് മെഡിക്കൽ കോളേജിൽ കാണിക്കാൻ പോവുക. അപ്പോൾ കണ്ട വണ്ടിക്ക് അന്നേരം കൈകാട്ടി ഏതാണ്ട് ഒരു 500 മീറ്ററിനുള്ളിൽ അവൾ ആ വണ്ടി കയറിയിട്ടുണ്ട്. കയറി പിന്നെ ഓളെ സുഹൃത്തിനോട് ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 20 മിനിറ്റിനുള്ളിലാണ് ഈ കൊലപാതകം നടക്കുന്നത്. ഏതാണ്ട് മുളിയങ്കിൽ ഇവൾ എത്തിയിട്ടില്ല. പിന്നെ അവർ ഭർത്താവ് വണ്ടിയും കൊണ്ട് തിരിച്ച് പിന്നെ ഇങ്ങോട്ട് വന്ന് ഈ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ അതും കാണുന്നില്ല. അപ്പം പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്ത് അത് പിന്നെ അവർ കുറേ ആൾക്കാർ തിരഞ്ഞു നടന്ന് കുറേ വീട്ടിന് ചുറ്റും തിരഞ്ഞു നടന്ന് പിന്നെ അതൊന്നും കാണാൻ പറ്റിയില്ല. പിറ്റേന്ന് വൈകുന്നേരം ഒരു 12 മണിക്കാണ് ബോഡി കാണുന്നത്. കമന്ന് കിടന്നിട്ടാണ് ബോഡി ഉള്ളത്. അപ്പോൾ അന്നേരം കൊലപാതകമാണെന്നുള്ള സംശയമുണ്ട്. അതിൻ്റെ കൊലപാതകമാണെന്നുള്ള സംശയമുള്ളതുകൊണ്ട് തന്നെ അന്വേഷണം ഊർജിതമാക്കിക്കൊണ്ട് ഉള്ള പഴുതടിച്ചുള്ള അന്വേഷണമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. മോഷ്ടിച്ച ബൈക്കിലാണ് പ്രതി എത്തിയത്. തുടർന്ന് ഇയാൾ ബൈക്കിൽ അനുവിന് ലിഫ്റ്റ് കൊടുത്തു. വഴിയിൽ വെച്ച് തോട്ടിൽ തള്ളിയിട്ട് വെള്ളത്തിൽ തല ചവിട്ടി താഴ്ത്തി കൊലപ്പെടുത്തുകയായിരുന്നു. മരണം ഉറപ്പാക്കിയ ശേഷം സ്വർണം കവർന്ന് രക്ഷപ്പെട്ടു. പ്രതിക്ക് 50-ലേറെ കേസുകൾ ഉള്ളതായാണ് പോലീസ് പറയുന്നത്. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. സാധ്യതയുള്ളത് തിരഞ്ഞെടുക്കുന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ വിജയം നിർണ്ണയിക്കുന്നത്. സറ്റോരി ആ കാര്യത്തിൽ നിങ്ങൾക്ക് വഴികാട്ടിയാവും. സറ്റോറി എഡ്യൂക്കേഷണൽ ട്രെയിനിംഗ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എടോടി വടകര. എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, ഷിപ്പിംഗ്, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ്, ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജി,
ലിഫ്റ്റ് ടെക്നോളജി, 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടീഡ് പ്രോഗ്രാം, ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ്. സറ്റോറി എഡ്യൂക്കേഷൻ ട്രെയിനിംഗ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എടോടി വടകര.